മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ. വിജയകരമായി എത്രയോ വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ജഡ്ജസിനെയും ഒരുപാട് പേർക്ക് പ്രിയങ്കരമാണ്, പ്രത്യേകിച്ചും MG ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ അടിമോനെ പൂക്കുറ്റി എന്നുള്ള ഡയലോഗൊക്കെ വളരെയധികം ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു MG ശ്രീകുമാറിനെ ആ ഒരു ഷോയിൽ നിന്നും തന്നെ പുറത്താക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് MG ശ്രീകുമാർ അടുത്ത് ചോദിച്ചപ്പോൾ അവരെന്നെ പുറത്താക്കി, ഇനി അവർ വിളിച്ചാൽ മാത്രമേ ഞാൻ തിരികെ ചെല്ലൂ എന്ന്. പക്ഷേ ആ ഒരു സമയത്ത് MG ശ്രീകുമാർ പണം കൂടുതൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് താരത്തെ പുറത്താക്കിയത് എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴിതാ ഈ അടുത്തിടെ ശ്രീകണ്ഠൻ നായർ സംസാരിച്ചതിനിടെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് MG ശ്രീകുമാറിനെ കുറിച്ചാണോ എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതായത് നമ്മുടെ ചാനലിലെ പരിപാടിക്കിടെ വരുന്ന ജഡ്ജസിനൊക്കെ നല്ല രീതിയിലുള്ള കാശ് തന്നെയാണ് കൊടുക്കുന്നത്. ചിലർക്കൊക്കെ അർഹിക്കുന്നതിലും കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും അവരുടെ തുക ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് ഇത്രയും തുക തരാൻ സാധിക്കില്ല എന്ന്. അത്രയും അധികം ചെലവുണ്ട് ഞങ്ങൾക്ക്, അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം സാറേ എന്ന്. പക്ഷേ അവരൊന്നും അത് ഉൾക്കൊള്ളാനേ തയ്യാറായിരുന്നില്ല. ആ സമയത്ത് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ഇനി മുതൽ ഷോ നടത്തുകയാണെങ്കിൽ ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ പലരെയും ക്ഷണിക്കാവൂ. സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഏകദേശം 10 കോടിയിലധികം രൂപ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട് എന്ന് എന്റെ അക്കൗണ്ടന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. ശ്രീകണ്ഠൻ നായർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് MG ശ്രീകുമാറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം ഈ അടുത്തിടെയായി അവിടെ നിന്നും പുറത്തായത് MG ശ്രീകുമാർ മാത്രമാണ്. എന്നിരുന്നാലും ഇപ്പോഴും ഒരുപാട് പേരാണ് MG ശ്രീകുമാറിനെ ഷോയിലേക്ക് തിരികെ കൊണ്ടുവരണം, സാറുണ്ടായിരുന്നപ്പോൾ നന്നായിരുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ ഇടുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.